നമ്മുടെ തുരങ്കത്തിലൊരു കടുവ. പിന്നെ കിടക്കുന്നു. കളിതാമശ പറയാടു. കണ്ടതാന്ന്. മമ്മൂട്ടിക്ക കണ്ടോ? നമ്മൾ രണ്ടാമനെ വെറുതെ വിടുവന്ന്. അല്ലെ കണ്ടതാ. നമ്മുടെ ചങ്കുപിള്ളേ വേറെ 2-3 പേരും കൂടെയാ കണ്ടത്. അങ്ങനെയാണോ? അപ്പൊ നമുക്ക് എല്ലാരെയും ഒന്ന് അറിയിക്കണം. രാത്രി ആരും പുറത്തേക്ക് ഇറങ്ങണ്ട. ഏതായാലും കടുവ ഇവിടൊക്കെ ഉണ്ടെന്നുള്ളത് കിട്ടവാ. മത്താച്ച, അങ്ങനെ പേടിയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും. നമ്മുടെ ഷെട്ടിലേക്ക് പോരുന്നു. അവിടെ രാജിയിട്ട് നമ്മുടെ ചുറ്റിന് ഇരുന്നോന്ന്. അത് നല്ല പണിയാ. പോരെ എന്ന് പറഞ്ഞ നീ എവിടാടാ? ചേട്ടൻ എങ്ങോട്ടും പോകണ്ട. സാറല്ലേ, ആരും പേടിക്കണ്ടെന്ന്. എല്ലാരും പോരുന്നു. ആ നാടുവേ നീ മുമ്പേ ഇടുന്നു. മത്താച്ച പറയുന്നു. കടുവയെ കണ്ട ന്യൂസ് മലയിൽ നല്ലപോലെ പരന്നിട്ടുണ്ട്. ഇനി ആളുകൾ രാത്രി പുറത്തിറങ്ങിയില്ല. അഥവാ യാദൃച്ഛികമായ ആരെങ്കിലും കണ്ടാൽ അയാളെ പിന്നെ പുറത്ത് കാണരുത്. ഇയാളെ നിങ്ങൾക്ക് ഇതിനും വിശ്വസിക്കും. ഓഫീസർ വന്നിട്ടുണ്ടോ? ഇതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ അറിയിക്കാമെന്ന് വെച്ചിരിക്കുകയാണ്. മരുമകൻ വല്ല അപകടവും പറ്റുമെന്ന് ഇഷ്ടത്തിന് പേടി. ഇതിന്റെ മെക്കാനിസം അറിയാമല്ലോ. പിന്നൂരിയാൽ മതിയല്ലോ. അതെ, പിന്നെ നിസ്സാരമായിട്ട് പിടിച്ചൂല. ടൈം ബാമ്പാണ്. പിന്നൂരിയാൽ കൃത്യം 12ാമത്തെ മണിക്കൂറിൽ പൊട്ടും. ടൈം ബാമ്പ് ആയതുകൊണ്ട് ഒരൊറ്റ മിനിറ്റിന് പോലും വ്യത്യാസം വരികയില്ല. അപ്പോൾ എത്ര മണിക്ക് പിന്നൂരും? 3 മണിയാണ് നല്ലത്. പകൽ 3 മണിക്കാണ് തുരങ്കത്തിൽ ശരിക്കും പണി നടക്കുന്നത്. എന്നാൽ 3 മണിക്ക് തന്നെ പിന്നൂരണം. ശരി. നീ അങ്ങ് വല്ലാണ്ട് ക്ഷീണിച്ചു പോയല്ലോ. എന്തെല്ലാം ആണ് അതേല്ലേ? ഗോപാലകൃഷ്ണ, ആ ബീം അത്ര സ്ട്രോങ് അല്ലെന്ന് തോന്നുന്നില്ല. ഈ സപ്പോർട്ടിന് ആപ്പാടൊരു വിളക്കമുള്ളത് മതി. ഇന്നത്തെ ജോലി കഴിഞ്ഞാൽ ഉടനെ നിന്ന് പരിശീലിച്ചു കളയാം. അത് വേണ്ട, ഇന്ന് ഉച്ചയ്ക്ക് മേലെ അവധി കൊടുത്തു കളയാം. ഇന്ന് രാവിലെ 8 മണിക്ക് ശേഷം ഇപ്പോഴാണ് അവർ ഒരിടത്ത് കുത്തിയിരിക്കുന്നത്. ഞങ്ങൾക്ക് അവധി ഒന്നും വേണ്ട. ആ ഇളകി കിടക്കുന്ന മെറ്റൽ ഇന്ന് തന്നെ വാരി വെളിയിൽ കളയണം. നിങ്ങൾ ഇവിടെ വിളിച്ചോണ്ടിരിക്കാൻ അങ്ങോട്ട് വരാൻ. എന്തുത്സാഹമാണ് ജോലി ചെയ്യാൻ. ഇന്നത്തെ ജോലി കഴിഞ്ഞതും ഇതാകപ്പടം ചെക്ക് ചെയ്യണം. അന്ന് നാം നിശ്ചയിച്ചതുപോലെ അത് ഞാൻ സാധിച്ചു. ഇന്നലെ രാത്രി. എന്നിട്ട് ഇന്ന് കൃത്യം 3 മണിക്ക് പൊട്ടും. സുകുമാരൻ അപകടം വരാതെ. എന്താണെടോ ഉത്തരവ്? പോടോ അപ്പുറത്ത്. അല്ലെങ്കിൽ എടോ താൻ പോയി ചായ കൊണ്ടു. ഹലോ, പിന്നെ വിളിക്കാൻ പറഞ്ഞു. നിങ്ങൾ വല്ലാത്ത അപകടമാണ് ചെയ്തിരിക്കുന്നത്. എനിക്കൊരു സ്വസ്ഥതയുമില്ല. കൃത്യം 3 മണിക്ക് തന്നെ ടൈം ബാമ്പാണ്. കൃത്യത്തിന് പൊട്ടും. തുരങ്കം പൊളിയുമെന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ അകത്ത് ആളുണ്ടെങ്കിൽ എന്തെല്ലാം ആപത്താണോ. ഏതായാലും നിങ്ങൾ ഇവിടെ നിൽക്കണ്ട. എന്റെ ബംഗ്ലാവിലേക്ക് പോകാം. ആരെങ്കിലും നിങ്ങളുടെ മുഖം കണ്ടാൽ തന്നെ കുഴപ്പമാണ്. കൊലച്ചതിയാണല്ലോ എന്റെ ഗുരുവായൂരപ്പ. കുഞ്ഞേ കുഞ്ഞേ, നീ ആപത്താണ്. എന്താണ് സങ്കടപ്പിള്ളേ? ഏമാനും ജോൺസൺ സാറിന്റെ ഒരു രഹസ്യം പറയുന്നത് കേട്ടു. ഇന്ന് 3 മണിക്ക് മലയിൽ ഒരു ബോംബ് വിട്ടുവന്നു. ചതിവാണ് കുഞ്ഞെ, ചതിവാണ്. അയ്യോ അച്ഛാ, 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 സങ്കടപ്പിള്ളേ, അച്ഛൻ പോയി. ഞാൻ എന്ത് ചെയ്യും? എങ്ങനെ വിവരം അറിയിക്കണം കുഞ്ഞ്? എങ്ങനെ അറിയിക്കും? മണി 1 കഴിഞ്ഞു. ആരാ പോവുക? എനിക്കൊന്നും തോന്നുന്നില്ല സങ്കടപ്പിള്ളേ, എനിക്കൊന്നും തോന്നുന്നില്ല. കുഞ്ഞ്, ജയമാൻ ജോൺസൺ സാറിന്റെ കാറിലാ പോയത്. നമ്മുടെ കാറുണ്ടോ? കാറുണ്ടോ?
അയ്യോ അച്ഛാ അയ്യോ അയ്യോ സാരമില്ല നോക്കൂ കുഞ്ചുനായർ ഒന്ന് സമാധാനിക്കും. സാർ ഉടനെ ആശുപത്രിയിലേക്ക് പോകണം. പക്ഷേ നീ ഇപ്പോൾ ഇവിടെ അറിഞ്ഞു വന്നു. ഇത്ര വേഗം എങ്ങനെ അറിഞ്ഞു? കുറെ കൂടി നേരത്തെ എത്താൻ സാധിച്ചില്ല. 1 മണിക്ക് അറിഞ്ഞു വന്നു. അപ്പോൾ ഇതാരോ കരുതിക്കൂട്ടി ചെയ്ത ചതിയാണ്. ആരായി ദ്രോഹികൾ? എനിക്ക് മനസ്സിലായി, എല്ലാം എനിക്ക് മനസ്സിലായി. ശങ്കരൻകുട്ടി, ഞാൻ തന്നെയാണ്. എന്റെ അച്ഛനും ജാൻസനും കൂടി ചെയ്ത ചതിക്ക് അങ്ങ് എങ്ങനെ ഉത്തരവാദിയാകും? അതെ, വല്ലവരും ചെയ്ത ചതിക്ക് സാർ എങ്ങനെ ഉത്തരവാദിയാകും? എന്റെ ഭാര്യയുടെ അച്ഛനല്ല ഈ കടുംദ്രോഹം ചെയ്തത്. എന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരുവൻ, ഒരു എഞ്ചിനീയർ. രാഷ്ട്രം കെട്ടിപ്പടുക്കേണ്ടവൻ അതിന് കത്തിവെക്കുക. ഇതിന് മാപ്പില്ല. ശങ്കരൻകുട്ടി, ഞാനാണ് പ്രായശ്ചിത്തം ചെയ്യേണ്ടത്. മത്തായച്ചൻ ചെയ്തത് ശരിയാണ്, ശരിയാണ്. ഞാനത് അർഹിക്കുന്നു. ഞാനും ഒരു എഞ്ചിനീയറാണ്. സാർ, ഒന്ന് സമാധാനിക്കണം. അങ്ങയ്ക്ക് വല്ലാത്ത അസുഖമുണ്ട്. ദയവ് ചെയ്തൊന്ന് ആശുപത്രിയിലേക്ക് പോകണം. ഇല്ല ശങ്കരൻകുട്ടി, ഇല്ല. ഏതെങ്കിലും കാലത്ത് ഈ പണി പൂർത്തിയാക്കാതെ ഞാൻ ഈ മല വിട്ടു പോകുകയില്ല. പക്ഷേ നീ വിഷമിക്കരുത്. ഈ അപകടത്തിന് അങ്ങ് ഉത്തരവാദിയല്ലല്ലോ. അതൊക്കെ യുക്തിയും ന്യായവും മാത്രമാണ്. ഇവിടെ യുക്തിക്ക് സ്ഥാനമില്ല. ഈ മലയും ഞാനുമായുള്ള ബന്ധം വികാരബന്ധമായി പോയി. രാജ്യത്തിന് വെള്ളവും വെളിച്ചവും കൊടുക്കാൻ വേണ്ടി അതാ മരിച്ചു കിടക്കുന്നു 37 മനുഷ്യർ.
മത്തായിച്ച, കുഞ്ചുനായരുടെയും ഗോപാലകൃഷ്ണന്റെയും മറ്റും ജഡം നമ്മൾ ഇന്നിവിടെ മറവ് ചെയ്യും. ഏലിയമ്മയെ നമ്മൾ ഇന്ന് പള്ളിയിലടക്കും. പക്ഷേ അവരോട് ഞാൻ നീതി ചെയ്യും മത്തായിച്ച, നീതി ചെയ്യും. ഞാൻ അറിയാതെ ചെയ്ത കുറ്റം ക്ഷമിക്കണം, ക്ഷമിക്കണം. അവളെയും ഈ മലയിൽ അടക്കിയാൽ മതി. അവളുടെ പള്ളി ഇതാണ്. കർത്താവ് ഇവിടെ ഉണ്ട്. മത്തായിച്ച, സാറ് ഇനിയെങ്കിലും ആശുപത്രി വരെ പോണം. വേണ്ട മത്തായിച്ച, വേണ്ട. മത്തായിച്ചൻ വീട്ടിൽ പൊയ്ക്കോളൂ. അവിടെ കുഞ്ഞുങ്ങൾ. അവരെ നോക്കേണ്ട കർത്താവെന്ന് വിളിച്ചു. ഞാൻ ഇവിടെ നിന്ന് അവള് ചെയ്യേണ്ട ജോലിയും കൂടെ ചെയ്യും. മത്തായിച്ച, ഉഷേ, നീ ഇത് കേൾക്കുന്നുണ്ടോ? ഒരു എഞ്ചിനീയർ കാരണം ഇവരുടെ ബന്ധുക്കൾ മണ്ണിനടിയിൽ കിടന്ന് ശ്വാസം മുട്ടി മരിച്ചു. എന്നിട്ടും അവർക്ക് എന്റെ രോഗത്തിൽ ഉൾക്കണ്ട. പൊന്നമ്മയ്ക്ക് വീട്ടിലേക്ക് പോകണമെന്ന്. കുറച്ചു ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാൽ പോരെ? ജോലി വീണ്ടും തുടങ്ങുന്നത് വരെ ശങ്കരൻകുട്ടി കൂടെ ഇവിടെ നിന്നാൽ കൊള്ളാമെന്നും. ഞാൻ ഒറ്റയ്ക്ക് അവിടെ താമസിച്ചുകൊള്ളാം. നിനക്ക് എന്താണ് ഇത്ര നിർബന്ധം? ആ കാളയെ സൂക്ഷിക്കും അച്ഛനോടുള്ള ഞങ്ങളുടെ കടപ്പാടാണെന്ന്. മരിച്ചുപോയ നിന്റെ അച്ഛനോട് നമുക്ക് എല്ലാവർക്കും കടപ്പാടുണ്ട്. ആ കടമ നിറവേറ്റാൻ വേണ്ടിയാണ് ഞാൻ ഈ മലയിൽ നിൽക്കുന്നത്. വേണ്ട, അങ്ങ് ആശുപത്രിയിൽ പോകണം. നിങ്ങൾ എന്നെ ഒരു ദുർവാശിക്കാരനായി മനസ്സിലാക്കരുത്. രാഷ്ട്ര പുനർനിർമ്മാണം കടമയെന്നുള്ളതിനും അപ്പുറത്ത് മനുഷ്യന്റെ വികാരമാവണമെന്ന് ചില മഹാന്മാർ പറഞ്ഞിട്ടേയുള്ളൂ. അതിവിടെ നാം അറിയാതെ ഒരു സത്യമായി കഴിഞ്ഞു. അതിന് ഞാൻ തടസ്സമാവില്ല. ഇല്ല, അല്പമൊന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയും. സാറ് ഈ രാജ്യത്തിന് വിലപ്പെട്ടയാളാണ്. നിങ്ങൾ അതിലും വിലപ്പെട്ടവരാണെന്നാണോ? ഞങ്ങളെപ്പോലുള്ളവർ ലക്ഷക്കണക്കിനുണ്ട് സർ. അങ്ങേപ്പോലുള്ളവരുടെ കാലിൽ ഒരു മുള്ളുപോലും കൊള്ളാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. സുഖക്കേടിന് ചികിത്സിക്കണം. കുഞ്ഞെ, നിനക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ പറയാം. നിന്റെ അച്ഛന് ആ കാളയോടുണ്ടായിരുന്ന ബന്ധം 60-70 രൂപ വിലയുള്ള ഒരു മാടിനോടുള്ള ബന്ധമായിരുന്നു. നിനക്കിന്ന് ആ കാളയോടുള്ള സ്നേഹം നില മുഴുവാനുള്ള ഒരു ജന്തുവിനോടുള്ള സ്നേഹമാണ്. അതാണ് കുഞ്ഞെ മനുഷ്യന്റെ വികാരം. അതുപോലുള്ള വികാരമാണ് എനിക്ക് ഈ മലയിലുള്ള ജോലിക്കാരോടുള്ളത്, ഈ ജോലിയോടുള്ളത്. പക്ഷേ നീ വിഷമിക്കരുത്. എന്തു തന്നെ ആയാലും ശരി, ഈ ജോലി പൂർത്തിയാക്കാതെ ഞാൻ ഈ മല വിട്ടു പോകുകയില്ല. മലയിൽ വെച്ചുണ്ടായ അപകടത്തെ പറ്റിയുള്ള എൻക്വയറിയിൽ താനെങ്ങനെ സാക്ഷിയായി. രക്ഷ വേണമെങ്കിൽ സത്യം പറഞ്ഞുകൊള്ളണം. മിണ്ടാതെ നിന്നാലൊന്നും തന്നെ ഞാൻ വിടുകയില്ല. സത്യം പറയണം. ഏമാനും ജോൺസൺ സാറും കൂടി മുറിയിലിരുന്ന് പറഞ്ഞത് ഞാൻ കേട്ടത്. ഞാനാണ് ഉഷക്കുഞ്ഞിനോട് പറഞ്ഞത്, ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ ഏമാനും എല്ലാവരും കൂടെ ചെയ്ത ഈ കൊലച്ചതിയുടെ കാര്യം ഞാൻ പറയാവുന്നിടത്തൊക്കെ പറയും. എനിക്കിനി ഉദ്യോഗവും വേണ്ട. ഞാൻ തെണ്ടി തിന്നോ. താൻ പറയുമോ? 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 ഏമാൻ നിന്നെ കൊന്നാൽ ഈ രാജ്യദ്രോഹം ഞാൻ പറയാവുന്നിടത്തൊക്കെ പറയും.